ഹായ്, ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിനകത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ്, ഇന്റർവൽ ഓഫ് കൺവേർജൻസ് ഓഫ് എ സീരീസ്, ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവൽ ഓഫ് കൺവേർജൻസും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് സെമസ്റ്റർ ബിടെക് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവൽ ഓഫ് കൺവേർജൻസും. 2019 അഡ്മിഷൻ കുട്ടികൾ ഇത് 5th മൊഡ്യൂളിലും അതിനു മുമ്പ് വരുന്ന കാൽക്കുലസിന്റെ പേപ്പറിൽ ഇത് 1st മൊഡ്യൂളിലുമായിരുന്നു ഉണ്ടായിരുന്നത്. റേഡിയസ് ആൻഡ് ഇന്റർവൽ ഓഫ് കൺവേർജൻസ്. ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും അതുപോലെ ഇന്റർവൽ ഓഫ് കൺവേർജൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ സാധാരണ കാൽക്കുലസിനകത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പൊ എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്, എന്താണ് ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോ നോക്കാം. നമുക്ക് ഒരു സീരീസ് സിഗ്മ k ഫ്രം 1 to infinity -1 raised to k x raised to k by k factorial into 4 raised to k. ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സീരീസിന്റെ കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഫാക്ടോറിയൽ ഒക്കെ വരുന്നതുകൊണ്ട് അൺനോൺ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അൺനോൺ എക്സ് വരുന്നതുകൊണ്ട് നമ്മൾ ഇതിന് റേഷ്യോ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് -1 raised to k ഉള്ളതുകൊണ്ട് നമ്മളിവിടെ അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യും. ഇതിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് നോക്കിക്കോളൂ. റോ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് uk പ്ലസ് 1 ബൈ uk. ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് നമ്മളിവിടെ uk എന്താണെന്ന് എഴുതും. uk ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള ആ വാല്യൂ ആണ് uk. മോഡുലസ് uk ആവുന്നതുകൊണ്ട് നമുക്ക് മൈനസിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ പ്ലസ് വെച്ചിട്ട് തന്നെ എഴുതാം. x റേസ് ടു k ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു 4 റേസ് ടു k. then mod uk plus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x raised to k plus 1 by k plus 1 factorial into 4 raised to k plus 1 അല്ലെ? ഇതാണ് mod uk യും mod uk plus 1 ഉം. നമ്മൾ ഇനി റോ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് k tends to infinity mod uk plus 1 x raised to k plus 1 by k plus 1 factorial 4 raised to k plus 1 ഡിവൈഡഡ് ബൈ uk ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ യുടെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. k ഫാക്ടോറിയൽ ഇൻറ്റു 4 raised to k ബൈ x raised to k. സിംപ്ലിഫൈ ചെയ്യാം നമുക്ക് ഇവിടെ. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി x raised to k ഇൻറ്റു x എന്ന് എഴുതാലോ. x raised to k plus 1 k ഫാക്ടോറിയൽ 4 raised to k വരും. താഴത്ത് k പ്ലസ് 1 ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ k പ്ലസ് 1 ഇൻറ്റു k ഫാക്ടോറിയൽ വരും. 4 റേസ് ടു k പ്ലസ് 1 4 റേസ് ടു k ഇൻറ്റു 4 എന്ന് എഴുതാം. ആൻഡ് x റേസ് ടു k ബാലൻസ്. അപ്പൊ ഇതിനകത്തുള്ള ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ k ഫാക്ടോറിയൽ 4 റേസ് ടു k 4 റേസ് ടു k x റേസ് ടു k x റേസ് ടു k ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി x ബൈ മോഡുലസ് എടുക്കാട്ടോ. കാരണം എക്സിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മോഡുലസ് തന്നെ എടുക്കാം. എല്ലാ സ്ഥലത്തും മോഡുലസ് തന്നെ എടുക്കാം. മോഡ് 4 ഇൻറ്റു k പ്ലസ് 1 എന്ന് കിട്ടും. ശരിയല്ലേ? k ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ പോളിനോമിയൽ ആയതുകൊണ്ട് മോളില് k യുടെ ടേം ഇല്ല. അപ്പൊ 0 k എന്ന് എഴുതേണ്ടി വരും നമ്മൾ. 0 k ബൈ അപ്പൊ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ വരിക? 0 ആണ് വരിക അല്ലെ? ഡിനോമിനേറ്ററില് 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയും. 1 ബൈ ഇൻഫിനിറ്റി 0. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഇതിന്റെ ലിമിറ്റ് എന്ത് വരുന്നു? 0 എന്ന് വരുന്നു. 0 വിച്ച് ഇസ് ലെസ് ദാൻ 1. ഇത് ലെസ് ദാൻ 1 ആണ്. ഓൾവേസ് ലെസ് ദാൻ 1 ആണ് റോ എന്ന് പറയുന്നത്. Therefore the given series is convergent. Series is absolutely convergent. ശരിയല്ലേ? ഓക്കെ.
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലിമിറ്റ് 0 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് 0<1 ആയതുകൊണ്ട് സീരീസ് കൺവേർജന്റ് ആണ് എന്ന് നമ്മൾ പറയും അല്ലെ. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാല്, സപ്പോസ് ഈ ഒരു ലിമിറ്റിന് എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കേസ് വരികയാണെങ്കിൽ, ഈ ലിമിറ്റിൽ എക്സിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിന്റെ ലിമിറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമ്മൾ എക്സിന്റെ വാല്യൂവിനെ ലിമിറ്റ് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ കൺവേർജൻസ് പറയാം. ഈ ഒരു സീരീസിന്റെ കൺവേർജൻസ് പറയാം. ആ ഒരു കേസിൽ നമുക്ക് പവർ സീരീസ് എക്സ് റേസ് ടു കെ വരുന്ന പവർ സീരീസുകള് കൺവേർജൻസ് പറയാൻ, കൺവേർജൻസ് ഓഫ് പവർ സീരീസ് നമുക്ക് 3 കേസിൽ എക്സിസ്റ്റ് ചെയ്യും. ആ 3 കേസുകൾ ഏതൊക്കെയാന്നുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കേസ്, സപ്പോസ് ഒരു പവർ സീരീസ്, ഇങ്ങനെ ഒരു പവർ സീരീസ് നമുക്ക് എടുക്കാന്ന് വിചാരിക്കുക. സിഗ്മ കെ ഫ്രം 1 to infinity എ കെ ഇൻറ്റു എക്സ് റേസ് ടു കെ, ഇങ്ങനെ ഒരു പവർ സീരീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പവർ സീരീസിലെ കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ 3 പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഉണ്ടാവുക. ദ സീരീസ് ഇസ് കൺവേർജന്റ് ഇഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് 0 ആവുമ്പോൾ സീരീസ് എന്താവും? കൺവേർജന്റ് ആവും. രണ്ടാമത്തെ കേസ്, സീരീസ് ഇസ് കൺവേർജന്റ്, the series is convergent for all values of x. അങ്ങനെ ഒരു കേസും എക്സിസ്റ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കേസ് പറയുന്നത്, the series is convergent if -r less than x less than r. ആ എക്സിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ -r ആൻഡ് +r ആവുമ്പോൾ ഈ സീരീസ് കൺവേർജന്റ് ആവുന്നു. ആൻഡ് ഡൈവേർജന്റ് if x greater than r and x less than -r. x greater than r ആവുമ്പോഴും x less than -r ആവുമ്പോഴും ഈ സീരീസ് ഡൈവേർജന്റ് ആവുന്നു. ഇങ്ങനെ 3 കേസിലാണ് ഇതിന്റെ ഒരു കൺവേർജൻസ്, ഒരു പവർ സീരീസിന്റെ കൺവേർജൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ എക്സ് 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം കൺവേർജ് ചെയ്യുന്ന കേസിൽ, -∞ to +∞ ആയിട്ടുള്ള ഇതിന്റെ ഡൊമൈനിൽ എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ മാത്രം കൺവേർജന്റ് ആവുകയാണെങ്കിൽ, ഇവിടെ കൺവേർജന്റ് ആണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ്. ഇതില് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഇല്ല. ഓക്കെ, ദെൻ കൺവേർജന്റ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, എല്ലാ എക്സിന്റെ വാല്യൂസിനും ഇത് കൺവേർജന്റ് ആണെങ്കിൽ -∞ to +∞ ഈ സീരീസ് എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ ഇന്റർവെൽ ഓഫ് റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവെൽ ഓഫ് കൺവേർജൻസും നമുക്ക് പറയണം. ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ആൻഡ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -∞ to +∞ ആണ്. ഓപ്പൺ ഇന്റർവെൽ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് കേസിൽ ഒരു ഇന്റർവെലിനകത്ത് -∞ to +∞ ഈ പോയിന്റിനകത്ത് ഒരു ഇന്റർവെലിനകത്ത് -r മുതൽ +r വരെയാണ് ഈ സീരീസ് കൺവേർജന്റ്. എക്സിന്റെ വാല്യൂ -r മുതൽ +r വരെയാണ് ഈ സീരീസ് കൺവേർജന്റ് ആവുന്നതെങ്കിൽ ഇവിടത്തെ കൺവേർജന്റ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ആ r ആയിരിക്കും. ഇറ്റ് ഇസ് ഈ r ആയിരിക്കും. ആൻഡ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -r to +r ആയിരിക്കും. -r to +r. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, -r to +r എടുക്കുമ്പോൾ -r ഇൻക്ലൂഡഡ് ആണോ +r ഇൻക്ലൂഡഡ് ആണോ എന്നും കൂടെ നിങ്ങൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആക്കി മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഒരു പവർ സീരീസിന്റെ കൺവേർജൻസ് കിടക്കുന്നത്. വാരിയബിൾ എക്സ് എന്ന് പറഞ്ഞ വാരിയബിളിലുള്ള ഒരു പവർ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ എക്സിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല, കാരണം ഇറ്റ് ഇസ് ഓൾവേസ് ലെസ് ദാൻ 1 ആണ് വന്നിട്ടുള്ളത് റോന്റെ വാല്യൂ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ. അപ്പോ ഈ ഒരു ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -∞ to +∞ ആണ്. ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കും. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അതേപോലെ എക്സ് 0 ആവുന്ന കേസിൽ മാത്രം ഈ സീരീസ് കൺവേർജന്റ് ആവുകയാണെങ്കിൽ ഇതിലെ കൺവേർജന്റ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം വരുന്നതുകൊണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ്. ഇതിനകത്ത് എന്തുണ്ടാവില്ല? ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഉണ്ടാവില്ല. ദെൻ
തേർഡ് കേസിൽ ഈ എക്സിന്റെ വാല്യൂ മൈനസ് ആറിന്റെയും പ്ലസ് ആറിന്റെയും ഇടയിലാണെങ്കിൽ, എക്സിന്റെ വാല്യൂ മൈനസ് ആറിന്റെയും പ്ലസ് ആറിന്റെയും ഇടയിലാണെങ്കിൽ മാത്രം കൺവേർജന്റ് ആവുകയും എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആർ ആവുമ്പോഴും എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ആർ ആവുമ്പോഴും ഡൈവേർജന്റ് ആവുകയും ചെയ്യുന്ന ഒരു സീരീസ് ആണെങ്കിൽ അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഈ ആർ ആണ്. ആൻഡ് ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് മൈനസ് ആർ പ്ലസ് ആർ ആണ്. അത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ളത് ആ പോയിന്റിലെ കൺവേർജൻസും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സിഗ്മ കെ ഫ്രം 0 to infinity x raised to k. ഇതിന്റെ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ യു കെ എഴുതുക. യു കെ ഈക്വൽ ടു എക്സ് റേസ് ടു കെ, യു കെ പ്ലസ് 1 എഴുതുക ഈക്വൽ ടു എക്സ് റേസ് ടു കെ പ്ലസ് 1. റോ കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ് k tends to infinity mod uk plus 1 by mod uk എഴുതുക. That is equal to limit k tends to infinity modulus x raised to k plus 1 divided by mod x raised to k. That is equal to limit k tends to infinity modulus of x raised to k into x by x raised to k. Cancel ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലിമിറ്റ് k tends to infinity മോഡ് എക്സ് എന്നാണ്. ഇനി ഈ മോഡ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആവുമ്പോഴാണ് ഈ സീരീസ്, റോ ലെസ് ദാൻ 1 ആവുമ്പോഴാണ് സീരീസ് കൺവേർജന്റ് ആവുന്നത് നമുക്കറിയാം. അപ്പോൾ റോന്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡ് എക്സ് ആണ്. മോഡ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആവുമ്പോഴാണ് ഈ സീരീസ് കൺവേർജന്റ് ആവുന്നത്. എന്ന് വെച്ചാൽ ഈ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് മോഡ് എക്സിന് ഇങ്ങനെ മാറ്റി എഴുതാം. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് മാറ്റി എഴുതാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എന്താണെന്നുള്ളത്. -1 to +1 ആണ് ഇതിന്റെ ഇന്റർവൽ ഓഫ് കൺവേർജൻസ്. പക്ഷെ -1 +1 ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന വാല്യൂ ആണ്. മോഡ് എക്സ് ലെസ് ദാൻ എന്താണോ അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്? റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ഇന്റർവൽ ഓഫ് കൺവേർജൻസ് അറിയാൻ വേണ്ടി നമ്മൾ എക്സ് ഈക്വൽ ടു -1 ഈ സീരീസിന്റെ കൺവേർജൻസ് എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് സിഗ്മ കെ ഫ്രം 0 to infinity -1 raised to k. -1 raised to k എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. +1 -1 +1 എന്ന് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഒക്കെ ഡൈവേർജന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 1 -1 +1 -1 എക്സെട്ര. ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയതുകൊണ്ട് ഡൈവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ്. അതുപോലെ x ഈക്വൽ ടു 1 ഈ സീരീസ് എന്താണെന്ന് നോക്കണം. സിഗ്മ കെ ഫ്രം 0 to infinity 1 raised to k എന്ന് വെച്ചാൽ 1 + 1 + 1 + എക്സെട്ര. ഇതൊരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. കോൺസ്റ്റന്റ് സീക്വൻസും എന്ത് തന്നെയാണ്? ഡൈവേർജന്റ് ആണ് അല്ലെ. 1 + 1 + ഇങ്ങനെ എക്സെട്ര പോകുന്നത് ഡൈവേർജന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പോ ഇവിടെ x ഈക്വൽ ടു -1 x ഈക്വൽ ടു +1 ഈ സീരീസ് എന്താണ്? ഡൈവേർജന്റ് ആണ്. അതുകൊണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസിൽ -1 +1 സോറി ഇന്റർവൽ ഓഫ് കൺവേർജൻസിൽ -1 +1 എഴുതേണ്ട ആവശ്യമില്ല. ഇന്റർവൽ ഓഫ് കൺവേർജൻസ് -1 to 1. ഓക്കെ, അപ്പൊ ഇതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവൽ ഓഫ് കൺവേർജൻസും കണ്ടുപിടിക്കുന്ന മെത്തേഡ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പവർ സീരീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റ് തന്നെയാണ്. അബ്സല്യൂട്ട് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇതിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ. സിഗ്മ കെ ഫ്രം 0 to infinity -1 raised to k x raised to k by 3 raised to k into k plus 1. അപ്പൊ അതിന് നമുക്ക് യു കെ എഴുതി നോക്കാം. യു കെ ഈക്വൽ ടു -1 raised to k x raised to k by 3 raised to k into k plus 1. യു കെ പ്ലസ് 1 എഴുതാം. -1 raised to k plus 1 x raised to k plus 1 by 3 raised to k plus 1 into k plus 1 plus 1. k plus 1 plus 1 എന്ന് പറയുമ്പോൾ k plus 2 കിട്ടും. റോ ഈക്വൽ ടു ലിമിറ്റ് k tends to infinity mod uk plus 1 by uk. That is substitute ചെയ്യാം. റോ ഈക്വൽ ടു ലിമിറ്റ് k tends to infinity. ഇനി ആ മോഡുലസ് എടുക്കുന്നതുകൊണ്ട് -1 raised to k -1 raised to k plus 1 ഞാൻ എഴുതുന്നില്ല. ബാലൻസ് ആണ് എഴുതുന്നത്. x raised to k plus 1 by 3 raised to k plus 1 into k plus 2 അല്ലെ. ഇനി യുടെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കണം. 3 raised to k into k plus 1 by x raised to k. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളയാം. k tends to infinity x raised to k into x 3 raised to k into 3 k plus 1 divided by 3 raised to k into 3 into k plus 2
into x raised to k, x raised to k, x raised to k, 3 raised to k, 3 raised to k കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് ലിമിറ്റ് k tends to infinity mod x into k plus 1 divided by 3 into k plus 2 എന്നാണ് വരിക. അപ്പൊ ഈ എക്സും 3യും നമുക്ക് k അല്ലാത്ത വാരിയബിൾസ് ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നത് k ആണ്, അതല്ലാതെ x/3 വരുന്നുണ്ട്. ബാലൻസ് ഇതിന്റെ ലിമിറ്റ് എന്താ വരുന്നത് k. ഇതിന്റെ ഹയസ്റ്റ് പവർ ടേം k ആണ്, ഇതിന്റെ ഹയസ്റ്റ് പവർ ടേം k ആണ്. കോഎഫിഷ്യൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ k/k 1/1 1 വരും. അപ്പൊ ഇവിടെ ബാലൻസ് വരുന്നത് എന്താണ് മോഡ് x/3 അല്ലെ, ഇതവിടെ ബാലൻസ് വരും. ഇതാണ് റോയിന്റെ വാല്യൂ. ഇനി എപ്പോഴാണ് ഈ സീരീസ് കൺവേർജന്റ് ആവുക? റോ ലെസ് ദാൻ 1 ആവുമ്പോ, ദാറ്റ് ഈസ് മോഡ് x/3 ലെസ് ദാൻ 1 ആവുമ്പോ സീരീസ് കൺവേർജന്റ് ആവും. മോഡ് x ലെസ് ദാൻ 3 ആവുമ്പോ സീരീസ് കൺവേർജന്റ് ആവും. മോഡുലസ് മാറ്റാൻ വേണ്ടി -3 ലെസ് ദാൻ x ലെസ് ദാൻ 3 ആവുമ്പോ സീരീസ് കൺവേർജന്റ് ആവും. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് റേഡിയസ് എഴുതാൻ പറ്റും. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്? റേഡിയസ് 3 അല്ലെ. ഇനി ആ ഇന്റർവെൽ ഓഫ് കൺവേർജൻസിൽ നമുക്ക് -3യും +3യും കൂടെ ഉണ്ടോ എന്നുള്ള കൺഫർമേഷനും കൂടെ കിട്ടാൻ വേണ്ടി നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. അപ്പോ x ഈക്വൽ ടു -3 എന്താണ് സീരീസ് വരിക എന്നുള്ളത് നോക്കി നോക്കൂ. x ഈക്വൽ ടു -3 sigma k from 0 to infinity -1 raised to k into -3 raised to k by 3 raised to k into k plus 1. ഒരു സിംപ്ലിഫിക്കേഷൻ ഇവിടെ ഉള്ളത് sigma k from 0 to infinity -1 raised to k into -1 raised to k -1 whole square into അല്ലെ. ഇവിടെ -1 raised to k ഉണ്ട്, പിന്നെ 3 raised to k ഉണ്ട്. ഇതിനെ നമുക്ക് -1 raised to k എന്ന് എഴുതാം, into 3 raised to k എന്ന് എഴുതാലോ. ഈ -1 raised to k into -1 raised to k എന്ന് പറയുമ്പോൾ എന്താ വരിക? -1 into -1 +1 raised to k വരും. അപ്പൊ അത് പോസിറ്റീവ് ആയി മാറും. പിന്നെ ബാലൻസ് വരുന്ന 3 raised to k by 3 raised to k into k plus 1 ആണ്. 3 raised to k ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ sigma k from 0 to infinity 1 by k plus 1. ഇതെന്താണ്? ഒരു p സീരീസ് ആണ്. p സീരീസ് വിത്ത് p ഈക്വൽ ടു 1 വരും അല്ലെ. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടാം. 1 p ആയിട്ട് വരുന്ന ഒരു p സീരീസ് ആണ്. അത് ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് സീരീസ് ആയതുകൊണ്ട് അതെന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും അല്ലെ. അപ്പോ x ഈക്വൽ ടു -3 x ഈക്വൽ ടു -3 ആണ് ഇത്. x ഈക്വൽ ടു -3 സീരീസ് എന്തായി? ഡൈവേർജന്റ് ആയി. ഇനി x ഈക്വൽ ടു 3 സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ ചെക്ക് ചെയ്യാൻ അതും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. sigma k from 0 to infinity -1 raised to k into 3 raised to k by 3 raised to k into k plus 1. 3 raised to k കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന sigma k from 0 to infinity -1 raised to k by k plus 1 എന്നുള്ളതാണ്. ഇത് നമുക്ക് അഗെയിൻ മനസ്സിലാക്കാം. -1 raised to k -1 raised to k by k plus 1 എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്. അപ്പോ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആയിട്ടുള്ളത് എന്താണ്? കൺവെർജന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ x ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റില് x ഈക്വൽ ടു 3 x ഈക്വൽ ടു 3 ആയിരുന്നു കേട്ടോ. x ഈക്വൽ ടു 3 കൺവെർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ വരിക ഓപ്പൺ -3 ആൻഡ് ക്ലോസ്ഡ് 3. 3 എന്ന് പറയുന്ന പോയിന്റിൽ കൺവെർജന്റും -3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് സീരീസ് ഡൈവേർജന്റും ആണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇന്റർവെൽ ഓഫ് കൺവെർജൻസും റേഡിയസ് ഓഫ് കൺവെർജൻസും. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Find the region of convergence of the series sigma k from 1 to infinity x minus 5 raised to k by k square. ഇതേപോലെ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് k plus k k plus 1 u k is x minus 5 raised to k by k square and uk plus 1 is x minus 5 raised to k plus 1 by k plus 1 the whole square. അല്ലെ. Then റോ കണ്ടുപിടിക്കാം. Limit k tends to infinity mod uk plus 1 by mod uk. That is നമ്മളിവിടെ എഴുതി നോക്കാം. റോ ഈക്വൽ ടു ലിമിറ്റ് k tends to infinity x minus 5 raised to k plus 1 by k plus 1 square into മോഡുലസ് എടുക്കാം. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ k square by x minus 5 raised to k അല്ലെ. ഇനി സിംപ്ലിഫൈ ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളയാനുള്ളത് ഇവിടെ x minus 5 raised to k ക്യാൻസൽ ആയി പോകും. ഇവിടെ k ക്യാൻസൽ ആയി പോകും. ബാക്കി x minus 5 വരും. ബാലൻസ് വരുന്ന നോക്കിക്കോളൂ. ലിമിറ്റ് k tends to infinity x minus 5 into k square by k plus 1 the whole square. മോഡുലസ് വരുന്നുണ്ട്. Then again നമുക്ക് ലിമിറ്റ് k tends to infinity മോഡുലസ് x minus 5 into
ഇവിടെ ഞാൻ ഒന്നിച്ച് സ്ക്വയർ എഴുതാൻ പോവാണ്. കെ ബൈ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഒന്നിച്ച് എഴുതാണ്. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാന്ന് വിചാരിക്കാം. ഇതിന്റെ ലിമിറ്റ് പറയുമ്പോ കെയുടെ കോഎഫിഷ്യന്റ് ബൈ കെയുടെ കോഎഫിഷ്യന്റ്. എന്താണ് കെയുടെ കോഎഫിഷ്യന്റ്? കെയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ 1 by 1 1 വരും. അപ്പൊ അതിന്റെ ആൻസർ 1 ആണ് വരിക. അപ്പൊ റോയുടെ വാല്യൂ ഇവിടെ വരുന്ന മോഡ് എക്സ് മൈനസ് 5 എന്നുള്ളതാണ്. ഇനി സീരീസ് എപ്പോഴാണ് കൺവേർജന്റ് ആവുന്നത്? റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോഴാണ് സീരീസ് കൺവേർജന്റ് ആവുക. ദാറ്റ് ഈസ് മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 1 ആകുമ്പോൾ സീരീസ് കൺവേർജന്റ് ആവും. ഇനി മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമ്മൾ അഗെയിൻ എന്ത് എഴുതണം? -1 ലെസ് ദാൻ എക്സ് മൈനസ് 5 ലെസ് ദാൻ 1 എന്ന് എഴുതണം അല്ലെ? നേരത്തെ മോഡ് എക്സിനെ നമുക്ക് അങ്ങനെയാണ് എഴുതാൻ പറ്റിയത്. മോഡ് എക്സ് മൈനസ് 5നും നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. ഇനി ഈ എക്സ് -5 ഇവിടുന്ന് കളയാൻ വേണ്ടി ഇക്വേഷൻ മൊത്തമായിട്ട് 5 കൊണ്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 5 ഇങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടുപോവുക. 5 കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. -1 plus 5 less than x minus 5 plus 5 less than 1 plus 5. ഇവിടെ എന്ത് വരും? 4 less than x less than 6 അല്ലെ? ഇനി ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ഇന്റർവെലിന്റെ ലെങ്ത്തിന്റെ പകുതിയാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. ഈ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ 4 മുതൽ 6 വരെ എത്ര യൂണിറ്റ് ലെങ്ത് ഉണ്ട്? 2 യൂണിറ്റ് ലെങ്ത് ആണുള്ളത് അല്ലെ? ആ 2 യൂണിറ്റ് ലെങ്ത്തിന്റെ പകുതിയാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ് വരുന്നത്? റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 എന്ന് കിട്ടും. ഇനി എക്സ് ഈക്വൽ ടു 4ലും എക്സ് ഈക്വൽ ടു 6ലും ഈ സീരീസ് കൺവേർജന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എക്സ് ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയാണ്? സിഗ്മ കെ ഫ്രം 1 to infinity 4 minus 5 raised to k by k square അല്ലെ? That is equal to sigma k from 1 to infinity minus 1 raised to k by k square. Minus 1 raised to k by k square എന്ത് സീരീസ് ആണ്? ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആണെന്ന് കിട്ടും. അപ്പോ ഈ ഒരു സീരീസ് കൺവേർജന്റ് ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 4ലെ സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. ഇനി എക്സ് ഈക്വൽ ടു 6ലെ സീരീസ് കൺവേർജന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് സിഗ്മ എക്സ് ഈക്വൽ ടു 6 ആണ്. സിഗ്മ കെ ഫ്രം 1 to infinity 6 minus 5 raised to k by k square വരും. ദാറ്റ് ഇസ് 1 raised to k പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ സിഗ്മ കെ ഫ്രം 1 to infinity 1 by k square. ഇതൊരു പി സീരീസ് ആണ് വിത്ത് പി ഈക്വൽ ടു 2. എന്താണിത്? കൺവേർജന്റ് ആണ് അല്ലെ? ഇപ്പൊ കൺവേർജന്റ് ആയിട്ടുള്ള ഒരു പി സീരീസ് ആണ്. Therefore ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസിൽ നമുക്ക് ആരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? 6നെയും 4നെയും ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഇസ് 4 6 ആണ് ഈ സീരീസിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. അപ്പൊ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും നന്നായിട്ട് ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവെൽ ഓഫ് കൺവേർജൻസും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാൽക്കുലസിനകത്ത് ഫസ്റ്റ് സെമസ്റ്റർ കാൽക്കുലസിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഇത് 2016 അഡ്മിഷൻകാർ പഠിക്കുന്നത്. 2019 അഡ്മിഷൻ ആൾക്കാർ പഠിക്കുന്നത്, അതായത് പുതിയ ഫസ്റ്റ് ഇയേഴ്സ്, ഈ വർഷത്തെ ഫസ്റ്റ് ഇയേഴ്സ് പഠിക്കുന്ന ഇത് 5th മൊഡ്യൂളിലാണ്. അപ്പൊ എന്തായാലും 2 കാൽക്കുലസ് എക്സാം എഴുതുന്ന ആൾക്കാർക്കും ഈ മൊഡ്യൂൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.